يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യവുമായി ജീവിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ സഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ വിശ്വാസ ആദർശ നിലപാടുകളിൽ നാം ഓരോരുത്തരും ആയിരിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ മാർഗം സിറാത്തുൽ മുസ്തഖീം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ നമ്മളോട് നാം ഓരോരുത്തരോടും ചില പ്രധാനപ്പെട്ട വസീയത്തുകൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യമെന്നിരിക്കെ ആ തൃപ്തി കരസ്ഥമാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ബോധ്യം വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അത് ഇനിയും വേഗതയിലാക്കേണ്ടതുണ്ട്, വളരെ മുന്നേറേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഒരു യാത്ര, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാം. ഈ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അതേ ലക്ഷ്യത്തിലേക്ക് അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. വളരെ പതുക്കെ പോകുന്ന ആളുകളുണ്ടാവും, വളരെ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേഗത നമ്മൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത, നമ്മൾ എത്ര പതുക്കെയാണ്, നമ്മൾ എത്ര ഇടഞ്ഞാണ് പോകുന്നത്, എത്ര മുടന്തിയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കിയിട്ടാണ്. നമ്മുടെ കൂട്ടുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക്, നാട്ടുകാരിലേക്ക്, അയൽക്കാരിലേക്ക്, ഇവരിലേക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ദീനിനെ വിലയിരുത്തുന്നത്. അവരിൽ പലരും 5 നേരം നിസ്കരിക്കുന്നില്ല, ഞാൻ 5 നേരം നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ എത്രയോ മെച്ചമാണ് എന്ന രൂപത്തിൽ മറ്റുള്ള ആളുകളെ നോക്കി സ്വന്തം ദീനിനെ വിലയിരുത്തുന്ന നമ്മൾക്ക് അവിടെ തന്നെ പഴച്ചുപോയി. നമ്മൾക്ക് ഏറ്റവും വലിയ അബദ്ധം സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മൾ നമ്മുടെ ദീനിനെ വിലയിരുത്താൻ നമ്മൾ മാനദണ്ഡമായി തൂക്കുകട്ടയിൽ നിശ്ചയിക്കുന്നത്, അതിനുള്ള തുലാസായി നമ്മൾ നിശ്ചയിക്കുന്നത് അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൃപ്തിപ്പെട്ട ആളുകളെയല്ല. അവിടെ തന്നെ പഴിച്ചു. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ഇൽമു പഠനം കൊണ്ടും സ്വഭാവ മര്യാദകൾ കൊണ്ടും നമ്മൾക്ക് മുന്നേറാൻ, മാറ്റങ്ങൾ വരാൻ, മുന്നോട്ട് ഏറ്റവും ഉയർന്നതിലേക്ക് കുതിക്കാൻ നമുക്ക് പറ്റാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡമായി, നമ്മൾ നമ്മുടെ ജീവിതത്തിന് റോൾ മോഡലുകളായി നിശ്ചയിച്ചിട്ടുള്ളത് മറ്റു പലരേക്കാണ്. അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആരെയാണോ നമുക്ക് റോൾ മോഡലായി തൃപ്തിപ്പെട്ട് തന്നത് അവരെ അല്ലാതെ നമ്മൾ ആരെങ്കിലും റോൾ മോഡലായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ മാതൃകളായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയാവില്ല. നമ്മുടെ സ്വഭാവം ശരിയാവില്ല, വിശ്വാസം ശരിയാവില്ല, ഇൽമ ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. നമ്മൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള വിഭാഗം ആരാണ്? അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അവരുടെ ഇബാദത്തുകൾ, അവർ കാണിച്ച ആവേശം എത്രയാണ്? അത് പഠിക്കുകയും അതുപോലെ ആവാൻ ശ്രമിക്കുമ്പോഴും അല്ലാതെ ഒരാൾ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന പദവികൾ, അത് ഏറ്റവും വലിയ പദവികളിലേക്ക് എത്തുകയില്ല. അവരിപ്പോഴും താഴെ തന്നെയാണ്, ഇപ്പോഴും എഴുന്നേ തന്നെയാണ്, ഇപ്പോഴും പതുക്കെ തന്നെ. പക്ഷെ അവൻ അറിയുന്നില്ല ഞാൻ പതുക്കെയാണ് സഞ്ചരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ ഏറ്റവും താഴെ എത്തുകയാണ്. അവൻ അറിയുന്നില്ല. കാരണം അവൻ ചുറ്റും നോക്കുമ്പോൾ ആർക്കൊന്നുമില്ല, കൂട്ടത്തിൽ എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടി ധരിക്കാം,
അല്ലെ, മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവ് മലയാളത്തിൽ പറയാറുണ്ട്. അതേ അവസ്ഥയാണ്. ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു തീരുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ മുസ്ലിം അങ്ങനെ ജീവിക്കുന്നുണ്ട്. കൂട്ടത്തിൽ എന്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് അറിയുന്ന ആളുകൾ ഞാനാണ്. നിസ്കാരത്തിന് വല്ലപ്പോഴും പള്ളിയിൽ പോകുന്നത്, പള്ളി കാണുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എത്രയോ മെച്ചം, ഞാൻ ഇനിയിപ്പോ മരിക്കേണ്ട താമസത്തോട് ഞാൻ സ്വർഗത്തിലേക്ക് എത്തും, വലിയ പദവികൾ എനിക്കായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് മുന്നേ എത്രയോ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പലരും കടന്നുപോയിട്ടുണ്ട്. നമ്മളെ നാണിപ്പിക്കുന്ന തരത്തിൽ നമുക്കൊരിക്കലും അവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് മുന്നിൽ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അവരെ പറ്റി ചിന്തിക്കണം, അവരെ പറ്റി പഠിക്കണം. അവരെയാണ് നമുക്ക് റബ്ബ് നമുക്ക് മാതൃകയായി തൃപ്തിപ്പെട്ട് നിശ്ചയിച്ചെന്നുള്ള അവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പതുക്കിയാ പോകുന്നത്, നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും മികച്ച ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ കാലുകൾ നീര് വന്ന് പ്രയാസം അനുഭവിക്കുന്നോളം അദ്ദേഹം സുദീർഘമായി നിസ്കരിക്കും. പല രാത്രികളും ഇശാ നിസ്കാരത്തിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹി ബാങ്ക് ആകുവോളം രാത്രി നിസ്കരിക്കാറുണ്ട്. അത്രയോളം സുദീർഘമായി രാത്രി നിസ്കരിക്കുന്ന ആ റസൂലിന്റെ അനുയായികളായ നമ്മൾക്ക് പല സമയത്തും സുബ്ഹിക്ക് പോലും ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പുരുഷന്മാരുടെ കാര്യമാണ്, സ്ത്രീകൾക്ക് മുന്നിൽ ജമാഅത്ത് നിർബന്ധം. ഈ ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ച് കാലിൽ നീര് വന്ന് അത്രയും കഷ്ടപ്പെട്ട് രാത്രി നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇത്രയധികം കഠിനമായ പ്രയാസമുള്ള ഇബാദത്തുകൾ താങ്കൾ എന്തിനാ ചെയ്യുന്നത്? താങ്കൾക്ക് താങ്കളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുക. എന്ന് വെച്ചാൽ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ വില തിരിച്ചറിഞ്ഞവരാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ, വമാബിക്കും മിൻ നിഅമത്തിൻ, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ഫമിൻ അല്ലാഹ്, അതൊക്കെ അല്ലാഹ് തന്നതാണ്. എന്തെല്ലാം നിങ്ങൾക്കുണ്ടോ, ആരോഗ്യമായിക്കോട്ടെ, നിങ്ങളുടെ മറ്റ് പ്രയാസങ്ങളില്ലാത്ത ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, എല്ലാ സൗകര്യങ്ങളും എല്ലാ എളുപ്പങ്ങളും റബ്ബ് തന്നതാണ്. എല്ലാ കാര്യങ്ങളും ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണ്ടേ? അല്ലെ? നമ്മൾ സൂറത്തിൽ ആദ്യത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൃഗത്തെ ഒരു മനുഷ്യവർഗത്തെ മൃഗവുമായി താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്ന റിസൾട്ട് എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ. തീർച്ചയായും മനുഷ്യവർഗം അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഒരു മൃഗവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് റബ്ബ് എത്തുന്ന റിസൾട്ടാണ് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരാം. ആ മൃഗത്തിന്റെ അത്ര പോലെ നന്ദി ഒരു മനുഷ്യൻ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യനാണെന്ന് പറയുന്നത് പിന്നെ തത്വം. വെറും ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ആ ഒരു മൃഗം, ആ മൃഗത്തിന്റെ അത്ര പോലും ആ മൃഗം അതിന്റെ യജമാന് കാണിക്കുന്ന നന്ദി പോലും നമുക്കൊരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും ഇത് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയതാണ്. അല്ലെ? എന്താണ് കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം തലപ്പുകൾ വിശദീകരിക്കാറുണ്ട്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവൻ എണ്ണാൻ കഴിയില്ല. അവന് കിട്ടാതെ പോയത്, എനിക്കതില്ല, എനിക്ക് ഇന്ന കാര്യമില്ല, എനിക്ക് അന്ന് അത് കിട്ടിയില്ല, എനിക്ക് എന്റെ ആ കുട്ടി ജീവിച്ചില്ല, ആ കച്ചവടം ലാഭമായില്ല, അന്ന് പോയപ്പോ ആ കാര്യം ശരിയായില്ല, ഇതുകൊണ്ട് റബ്ബിനെ അവൻ ഇഷ്ടപ്പെടൂല, റബ്ബിനെ വെറുക്കണം. എന്താ കാരണം? അന്ന് ഇങ്ങനെ സംഭവിച്ചു അവന്റെ ജീവിതത്തിൽ. അത്രയും കാലം അവന്റെ ഹൃദയം പഠിച്ച് റബ്ബിന്റെ അനുവാദത്തോടുകൂടി മാത്രമാണ്. അതിനവന് റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ല, അതിനവൻ റബ്ബിനെ ഇഷ്ടപ്പെടുന്നില്ല. ആ കാരണത്താൽ
എന്നോ ഒരു സമയത്ത് എന്തോ ഒരു കാലത്ത് റബ്ബ് അവന്റെ ജീവിതത്തിൽ പരീക്ഷണമായിട്ട് അവരിലൊരു ഷർറ് തടയാൻ വേണ്ടി നിശ്ചയിച്ചത്, അതിന്റെ പേരിൽ അവൻ റബ്ബിനെ വെറുക്കാം, റബ്ബിന്റെ വിധിവിലക്ക് ഓടി അകലാം, റബ്ബ് പറഞ്ഞാൽ അനുസരിക്കാൻ കൂട്ടാക്കാതിരിക്കാം. എന്തേ അന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്നിങ്ങനെ സംഭവിച്ചു, എന്റെ അതിങ്ങനെയല്ല, ഇതിങ്ങനെ ശരിയായിട്ടില്ല, അത് ആ കാര്യം അങ്ങനെ ആയിട്ടില്ല. ഇല്ലാത്തതിനെ പറ്റിയേ മനുഷ്യൻ ചിന്തിക്കും. അവന് കിട്ടിയ കോടിക്കണക്കിന്, അവനൊരിക്കലും സ്വന്തം ശരീരത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം അവനെ തിട്ടപ്പെടുത്താൻ സാധിക്കുക. പിന്നെ പുറത്തുള്ള വേറെ തന്റെ തലച്ചോറ് മുതൽ പെരുവിരൽ വരെ ശരീരത്തിനകത്ത് നടക്കുന്ന ഫംഗ്ഷനുകൾ, അത് ഓരോ സെക്കൻഡുകളിലും ലക്ഷക്കണക്കിന് ഫംഗ്ഷൻ ഓരോ സെക്കൻഡുകൾ നടക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നോ കുറച്ചൊന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ അവൻ ആശുപത്രി കിടക്കേണ്ടി വരും. ഇതൊന്നും കൂടാതെ കുറയാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് റബ്ബിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. ഇതിനൊന്നും അവൻ ചിന്തിക്കുന്നില്ല, ഇതിനൊന്നും റബ്ബിന് നന്ദി കാണിക്കാൻ അവൻ ആലോചിക്കുന്ന പോലില്ല. പക്ഷെ അവൻ ഇല്ലാത്തത് അവിടെ ഇങ്ങനെ വേദന, കയ്യിൽ ഇങ്ങനെ വേദന ഉണ്ട്, അവിടെ ആ ഒരു കച്ചവടം ശരിയായില്ല, അന്ന് ആ പോയപ്പോ ആ കാര്യം ശരിയായില്ല, ഇങ്ങനെ ഇല്ലാത്തതിനെ പറ്റി മാത്രമേ അവൻ, അതിനാണ് കനൂത് എന്ന് പറയുന്നത്. റബ്ബ് അവന് ചെയ്തു എന്നതിനെ പറ്റി ചിന്തിക്കാതെ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി മാത്രം ചിന്തിക്കുന്നവൻ. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, 3 ഹിലാലുകൾ 3 മാസപ്പിറവി അടുപ്പിച്ച് ഞങ്ങൾ കാണാറുണ്ട്. ഈ 3 മാസപ്പിറവിക്കിടയ്ക്ക് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകളിൽ ഒന്നിൽ പോലും അടുപ്പ് പുകയാറില്ല. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരു തവണ പോലും ആ വീട്ടിൽ അടുപ്പ് പുകയാറില്ല എന്ന് വെച്ചാൽ ആ ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ആ വീട്ടിൽ അവരെന്തെങ്കിലും പാചകം ചെയ്ത് കഴിച്ചിട്ടില്ല. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അവർക്കൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന ആ ഈന്തപ്പനയുടെ ഓരം അടഞ്ഞിട്ടുള്ള ഒരു പായ, ഈ പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ശരീരത്തിൽ കിടന്ന പാടുകൾ കാണും. ഈ ഓരം മടഞ്ഞിട്ട് അതിൽ കിടന്നു കഴിഞ്ഞാൽ അത് അറിയാൻ സാധിക്കും പരിചയമുള്ളവർ. ആ പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ കരഞ്ഞു പോവാണ്. ലോകത്തിന്റെ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓലമടലിൽ കിടക്കുകയാണ് ഈന്തപ്പനയിൽ. എങ്ങനെ? കുഫറിന്റെയും ശിർക്കിന്റെയും എല്ലാ തോന്നിയാസങ്ങളുടെയും നേതാക്കന്മാർ ഏറ്റവും ആസ്വാദനങ്ങളിലും സുഖസൗകര്യങ്ങളിലും പട്ടുമെത്തകളിലും അവർ സുഖിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യക്കാരുടെയും അവസാനക്കാരുടെയും നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന മടഞ്ഞ ഓലയിലാണ് കിടന്നുറങ്ങുന്നത്. ഇത് കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ കരഞ്ഞു പോവാണ്. ഇത്രയും ഭൗതികപരമായി സൗകര്യങ്ങൾ കുറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ നന്ദി കാണിക്കും എന്നത് ആലോചിച്ച് അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു? നമ്മൾക്ക് എന്ത് സൗകര്യക്കുറവുള്ളത് ഈ ദുനിയാവിൽ, എന്ത് പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്? നമ്മളെപ്പോഴെങ്കിലും ശരിക്കും പട്ടിണി എന്ന് പറയാൻ പറ്റുന്ന ഒരു പട്ടിണി നമ്മളെപ്പോഴും കടന്നിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ, അല്ലേ, ഖന്തഖ് യുദ്ധം വെട്ടുന്ന സമയത്ത് ഹദീസുകൾ കാണാം, സ്വഹാബത്ത് എല്ലാവരും വയറിൽ ഒരു കല്ല് കെട്ടി വെച്ച് പണിയെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിൽ 2 കല്ലാണ്. മറ്റ് നേതാക്കന്മാരെ പോലെ ബാക്കിയുള്ളവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നേതാവ് വയറ് നിറച്ച് കഴിക്കുന്ന ഒരു നേതാവല്ല നമ്മുടെ നേതാവ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പ്രയാസപ്പെട്ടാലും ബാക്കി ആരും പ്രയാസപ്പെടരുത് എന്ന് മനസ്സിലുള്ള നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊന്നും പ്രയാസപ്പെട്ടിട്ടില്ലാത്ത നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വില തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ, ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താ? വിശപ്പ് സഹിക്കാൻ. വിശപ്പ് അങ്ങേയറ്റം എത്തിയിട്ട് വീട്ടിൽ കിടക്കി ഇരിക്കപ്പുറത്തില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നടന്നു പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വഴിയിലൂടെ നടക്കുന്ന ഇത് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയത് വിശപ്പ് സഹിക്കാൻ കഴിയാനില്ല.
അങ്ങനെ ഇവർ രണ്ടുപേരും മുന്നോട്ട് പോകുമ്പോൾ കുറച്ചു ദൂരം കഴിയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതേപോലെ തന്നെ വിശപ്പ് സഹിക്ക വയ്യാതെ വീട്ടിലിരിക്കാൻ സാധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ ഒരു 3 പേരും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതോ ഒരു സ്വഹാബി ഇവരെ വഴിവെക്കിലെത്തി കാണും. ഇവര് 3 പേരും വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കും. അവർ ഭക്ഷണം കഴിച്ച് അവർ വയറ് നിറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയും, ഈ ഒരു അനുഗ്രഹത്തെ പറ്റി പോലും അള്ളാഹു നാളെ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലേ? ഒന്നുമില്ലായ്മ നിന്ന് കുറച്ചൊരു നേരം വയറ് നിറയ്ക്കുന്നതിനെ പറ്റി റബ്ബ് ചോദ്യം ചെയ്യുമെങ്കിൽ, കിടന്നുറങ്ങാൻ തല ചായ്ക്കാൻ ഒരു മേൽക്കൂര കിട്ടിയത് അള്ളാഹു ചോദ്യം ചെയ്യുമെങ്കിൽ, മറ്റ് ആരോഗ്യങ്ങളില്ലാതെ ശരീരം നല്ല ആഫിയത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത് റബ്ബ് ചോദ്യം ചെയ്യുമെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ചോദ്യം നേരിടേണ്ടി വരും? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം. നാം ഓരോരുത്തരും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കാം. നമുക്കതിന്റെ ആധിക്യം കാരണം പലതും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഇതെപ്പോഴും മനസ്സിലാവുന്നറിയും. കണ്ണില്ലാത്തവന് കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയാറ്. അതേപോലെ ഈ ഓരോ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിന്റെ വില തിരിച്ചറിയും. അതിന്റെ പ്രാധാന്യം മനസ്സിലാവും, അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക അപ്പം മാത്രം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾക്ക് ഈ ദുനിയാവിൽ പലതും ചെയ്യാനുണ്ട്. അത്രയും സൗകര്യങ്ങൾ ഇല്ലാന്നിട്ടും അത്രയും ആസ്വാദനങ്ങളിൽ ഇല്ലാതിരുന്നിട്ടും അവരത്രയും അമലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം അമലുകൾ ചെയ്യാനുണ്ടാവും? അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ പലപ്പോഴും ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രിയിൽ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യാറ്. ഒരൊറ്റ രാത്രി കൊണ്ട് 30 ജുസും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും മുഴുവനായിട്ട് പാരായണം ചെയ്യാറുണ്ട്. നമ്മൾക്ക് പലപ്പോഴും ഒരു മാസം കൊണ്ട്, അല്ലേ, കഴിഞ്ഞ റമദാനിന് മാത്രം ഒരു ഹത്തം തീർത്ത് നമ്മൾ എത്ര പേരുണ്ടാവും? റമദാൻ മാസം മുഴുവൻ കിട്ടി. നമ്മൾ വളരെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തൂല. നമ്മളെ തട്ടിമുട്ടി എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ, സൗകര്യം കിട്ടുമ്പോൾ, താല്പര്യം തോന്നുമ്പോൾ എങ്ങനെ എല്ലാ സൗകര്യങ്ങളും നോക്കി ഒക്കെ തലപ്പെട്ട് കിട്ടുമ്പോൾ മാത്രം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. നമുക്ക് മുന്നേ എല്ലാം മാറ്റിവെച്ച്, വിശപ്പ് മാറ്റിവെച്ച്, ഉറക്കം മാറ്റിവെച്ച്, ക്ഷീണം മാറ്റിവെച്ച്, ബാക്കിയുള്ള ഒരു താല്പര്യങ്ങൾ മാറ്റിവെച്ച്, വേണ്ടാന്ന് വെച്ച് എല്ലാത്തിനും റബ്ബിന്റെ താല്പര്യം മാത്രം, നരകത്തെ മാത്രം മുന്നിൽ കണ്ട് പേടിച്ചുകൊണ്ട്, സ്വർഗം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പരിശ്രമിച്ച പണിയെടുത്ത ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അവരൊപ്പം എത്തി സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവർ അടുത്തെങ്കിൽ എത്തണ്ടേ? നമ്മളെങ്ങനെയാണ് നമുക്കിങ്ങനെ പതുക്കെ പോകാൻ നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ്? സലഫുകൾ പറയാറുണ്ട്, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, മുൻഗാമികൾ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നാൽ അവരുടെ ന്യൂനതകളെ പറ്റി ആലോചിച്ച് കരയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഒന്നും ചെയ്യുന്നുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെപ്പറ്റി നിർഭയനാണ്. നമുക്കൊരു പേടിയില്ല. ഇന്ന് മരിക്കേണ്ട ദിവസം നേരെ സ്വർഗത്തിൽ എത്തുന്നുള്ളൊരു മനോഭാവത്തിനാണ് പലപ്പോഴും ഉള്ളത്. എന്നാൽ നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താ? മുൻഗാമികളുടെ അമലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം. നമുക്കൊരിക്കലും നമ്മുടെ ആഗ്രഹം കൊണ്ടും നമ്മുടെ പ്രതീക്ഷ കൊണ്ടും നമ്മുടെ ഇങ്ങനെ വിചാരങ്ങൾ കൊണ്ടും നേടിയെടുക്കാൻ ഈ സ്വർഗം സാധിക്കൂല. നമുക്ക് ഈ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പരിശ്രമിക്കണം, പണിയെടുക്കണം. വലികുല്ലിൻ ദറജാതുൻ മിമ്മാ അമിലു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എല്ലാ ആളുകൾക്കും അവരവർ പ്രവർത്തിച്ചതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം, ദറജകളാണ് സ്വർഗത്തിൽ കിട്ടുക. നമ്മൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇബാദത്തുകൾ കൊണ്ടും എല്ലാ നിലയ്ക്കും നമ്മൾക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. നമ്മൾ ഇന്നുള്ള അവസ്ഥയിൽ തുടരുന്നത് വളരെ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ എത്രമാത്രം പുറകിലാണ് തിരിച്ചറിയാനുള്ള ആ ഒരു ബസീറത്ത് നൽകുകയും എന്താണ് ആഖിറത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.
إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരികും വ അംവാലികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വ അമാലികും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തുകളിലേക്കോ നോക്കുന്നില്ല, മറിച്ച് അവൻ നിങ്ങളിലേക്ക് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നോക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ആരാണോ ഏറ്റവും നല്ല രൂപത്തിലാക്കുന്നത് അവനാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ദറജകൾ കരസ്ഥമാക്കാൻ സാധിക്കുക. രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഹൃദയം അതുപോലെ നമ്മുടെ പ്രവർത്തനവും. ഇത് രണ്ടും നമ്മൾ ഏറ്റവും നല്ല രൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹൃദയം നല്ല രൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ, നമ്മൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ തിരിയാൻ, നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ, നമ്മുടെ ആവലാദികൾ പറയാൻ നമ്മുടെ ഹൃദയത്തിൽ മറ്റാർക്കും അവിടെ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഒരു വലിയനോടോ ഒരു മലക്കിനോടോ ഒരു റസൂലിനോടോ ഒരു നബിയിനോടോ സ്വാലിഹായ ഒരു വ്യക്തിയോടോ ആരോടും നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ, അത് കേൾക്കാൻ, അത് ചെയ്തു തരാൻ എന്തിനും കഴിവുള്ള അല്ലാഹു ഉണ്ടായിരിക്കെ പിന്നെ ഒന്നിനും കഴിയാത്ത, ഒന്നും ചെയ്തു തരാൻ സാധിക്കാത്ത ഒരാളോട് ചോദിക്കുന്ന എത്രമാത്രം വിഡ്ഢിത്തരമാണ്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു ചോദിക്കുന്നില്ലേ, അല്ലാഹുവിന് പുറമെ ഒന്നും കേൾക്കാത്ത, ഒന്നും ചെയ്തു തരാൻ സാധിക്കാത്ത, തങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ആളുകളോട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ വഴിപഴച്ചു പോയ ആരാ ഉള്ളത്? അവരെക്കാൾ ബലാലത്തിലായ വേറെ ആരാ ഉള്ളത്? ഇവൻ പ്രാർത്ഥിക്കുന്നവർ കേൾക്കുന്നില്ല, ആ വലിയ കേൾക്കുന്നില്ല, ആ നബി കേൾക്കുന്നില്ല, ആ സ്വാലിഹായ വ്യക്തി കേൾക്കുന്നില്ല. എന്നാൽ എല്ലാം കേൾക്കുന്ന ഇവന്റെ ഹൃദയങ്ങളുടെ അകത്തുള്ള എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം വേറെന്താ ഉള്ളത്? ഒന്നാമത്തെ കാര്യത, നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ഇബാദത്തുകളും എല്ലാ നേർച്ച വഴിപാടുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാക്കാനുള്ളതാണ്. ഇത് ചെയ്യാത്ത ഒരുത്തന്റെ ഹൃദയം നന്നാവൂല. അവൻ എത്ര ദാനധർമ്മം ചെയ്യുന്നവനാണെങ്കിലും ലോകർക്കെല്ലാം അങ്ങേയറ്റം സേവനം ചെയ്യുന്നവനാണെങ്കിലും എന്തൊക്കെ ഉപകാരങ്ങൾ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ അവന്റെ ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന് മാത്രമാക്കാത്തിടത്തോളം അവന്റെ ഹൃദയം നന്നാവുകയില്ല. അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, ഒരു കാലത്തും സാധിക്കുക. അവൻ കാലാകാലം നരകത്തിൽ തന്നെയാണ്. കോടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞു പോയാലും അവൻ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും പുറത്തു കടക്കൂല. നിങ്ങൾക്കറിയില്ല അബൂ ത്വാലിബിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണ്. ലോകത്ത് അതുപോലൊരു കുടുംബമില്ല. ഈ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾ എന്തൊക്കെയാണ്? നബിയാകുന്നതിന് മുമ്പ് സ്വന്തം വാപ്പാന്റെ സ്ഥാനത്താണ്. നബിയായതിനു ശേഷം ശത്രുക്കൾക്ക് ഏറ്റവും വലിയ മറയായി നിന്നത് അബൂ ത്വാലിബാണ്. ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് അബൂ ത്വാലിബിന് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? അബൂ ത്വാലിബിന് തൗഹീദ് ഉണ്ടായിരുന്നില്ല. അബൂ ത്വാലിബ് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മനാത്തയോട് തേടിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴാണോ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെല്ലാം വലിച്ചെറിയുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണോ ഒഴിവാക്കുന്നത്, അപ്പോഴല്ലാതെ നമ്മൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല.
ഒരു കാലത്ത് സാധിക്കൂല. ആര് ശഫാഅത്ത് പറഞ്ഞാലും നമ്മുടെ വിഷയത്തിൽ ആരൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് പറഞ്ഞിട്ട് അബൂതലിബ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? തൗഹീദ് ഇല്ലാത്തവന് ഒരു കാര്യം കൊണ്ടും, അവരുടെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ആളുകളുടെ കുടുംബബന്ധം കൊണ്ടോ എന്തുകൊണ്ടും അവരൊരിക്കലും നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്, നമ്മുടെ ഹൃദയം നന്നാക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തൊരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും ആ പ്രവർത്തനം അല്ലാഹുവിന് തൃപ്തി കിട്ടണം, അതിലൂടെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കണം, അതിലൂടെ നരകത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടണം എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല. ഇന്ന അവൻ കാണണം, ഇവൻ അറിയണം, നാലാൾ അറിഞ്ഞിട്ട് എനിക്ക് ഇത്രയും പേര് കിട്ടണം, എല്ലാവരും എന്നെ പുകഴ്ത്തണം, എന്നെ ഈ രൂപത്തിൽ ഒരു ചിന്തയും അവൻ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന് തൃപ്തി കിട്ടുക എന്നുള്ളതല്ലാതെ, നരകത്തിന് രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ചിന്തയും മറ്റൊരു ലക്ഷ്യവും അവനുണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ തന്നെ നമ്മുടെ അമലുകൾ നന്നാകാൻ ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലേ? അള്ളാഹു ഖുലൂബിക്കും വഅമാലിക്കും, ഖൽബും നന്നാവണം, അമലും നന്നാവണം അല്ലേ? നല്ല ഉദ്ദേശമാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാലും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കുപ്രസിദ്ധന്മാരായ പല കള്ളന്മാരുണ്ട്. അവര് സമ്പന്നന്മാരുടെ വീട്ടിൽ പോയി കക്കും, വലിയ പേര് കേട്ട കള്ളന്മാര്. പക്ഷെ അവരെന്താ ചെയ്യാ? ഈ സമ്പത്ത് കൊണ്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യും. എന്നിട്ട് ഈ വ്യക്തിയെ ആളുകൾ വാനോടെ പുകഴ്ത്തുകയും ചെയ്യും, എത്ര നല്ല വ്യക്തിയാണ്, എത്ര നല്ല ആളാണ്. അങ്ങനെ ഒരിക്കലാവൂല. നല്ല ഉദ്ദേശം കൊണ്ട് മാത്രം ഒരു വൃത്തികെട്ട കാര്യം നല്ല കാര്യം ആവൂല. ഉദ്ദേശം, നമ്മുടെ ചിന്ത നന്നായി എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അമലും നന്നാവണം. അതാണ് ഖുലൂബിക്കും വഅമാലിക്കും. ഖൽബിലേക്ക് അല്ലാഹു നോക്കും, അമലിലേക്ക് അല്ലാഹു നോക്കും. നമ്മുടെ ഉദ്ദേശം മാത്രം നന്നായിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അമല് നന്നാക്കുക? അമല് നന്നാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്ത് കാണിച്ചു തന്നു അങ്ങനെ മാത്രം ചെയ്യും. നാട്ടുകാരൊക്കെ നല്ലതല്ലേ, അവരങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെന്താ പറയാ, ഇവരെന്താ വിചാരിക്കുക, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് അത് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? സ്വഹാബത്തിനോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് നല്ല അമലാണ്. എങ്കിലേ അത് നല്ല അമലാവുകയുള്ളൂ, അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുറെ പ്രയത്നിച്ചിട്ടുണ്ടാവും, കുറെ വേർപ്പൊടുക്കിയിട്ടുണ്ടാവും, കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും റബ്ബ് നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിലാവുമ്പോഴല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ച് കാണിച്ചു തന്നോ അങ്ങനെ തന്നെ ചെയ്യാം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. നമുക്ക് തോന്നിയ പോലെ ചെയ്യാനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു തന്നു അങ്ങനെ തന്നെ ചെയ്യണം, എങ്കിലേ റബ്ബ് സ്വീകരിക്കും. അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ നല്ല ഉദ്ദേശം കൊണ്ട് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. നാട്ടുകാർ നിസ്കരിച്ച് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. നമ്മുടെ വീട്ടുകാർ നോമ്പെടുക്കുന്നവർ നോമ്പെടുത്താൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടൂല. നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്നതുപോലെ തന്നെ ചെയ്യണം. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ഹൃദയം ഈ ശിർക്ക് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ അത് വരുന്നതിൽ നിന്നൊക്കെ ഒഴിവാക്കി ആ ഹൃദയത്തിൽ തൗഹീദ് നിലനിർത്തി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇഖ്ലാസ് നിലനിർത്തി എന്നിട്ട് അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ, എത്രത്തോളം കുറ്റമറ്റതാക്കുന്നുവോ അത്രത്തോളം ആയിരിക്കും അവന്റെ സ്വർഗത്തിലെ പദവി. ഈ മൂന്ന് കാര്യങ്ങൾ എത്രത്തോളം ഒരാൾക്ക് വീഴ്ച സംഭവിക്കുന്നുവോ അത്രത്തോളം സ്വർഗത്തിലെ പദവികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ മൂന്ന് കാര്യങ്ങളും കുറ്റമറ്റതാക്കാൻ ശ്രദ്ധിക്കണം. ശരിയാണ്, നമുക്ക് തൗഹീദുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരും ഈ കൂട്ടത്തിലില്ല. നമ്മൾ അള്ളാഹു തൃപ്തി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അത് പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചെന്ന പോലെ നമ്മൾ ചെയ്യണം. അത് നമ്മളത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എങ്ങനെയാണ്, അബൂബക്കർ റളിയല്ലാഹു ജീവിതം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അബൂബക്കറിനെയും ഉമറിനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്, ദീനായിട്ട് അവരെ വളർത്തിയെടുത്ത് ഏത് രീതിയിലാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം, അന്വേഷിക്കണം.
അങ്ങനെ എന്നിട്ട് നമ്മൾ ആ രൂപത്തിൽ അവരുടെ വിശ്വാസ ആദർശ നിലപാടുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുമ്പോഴേ നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ചു തേടാറുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നീക്കിത്തരികയും എല്ലാ പ്രയാസങ്ങളിൽ അവനെ മാത്രം വിളിച്ചു തേടാനുള്ള ആ സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാണ്. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതല്ലാത്ത മറ്റൊരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വരാതെ റബ്ബ് സുബ്ഹാനഹു നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തുവോ അതുപോലെ തന്നെ ആക്കുവാൻ വേണ്ട പരിശ്രമങ്ങൾ പഠനത്തിലൂടെയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ച് റബ്ബിനെ കണ്ടുമുട്ടുവാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.